ഇത് മത്തായി, സ്കൂള് മാഷായിരുന്നു, റിട്ടയർഡായി. ഇത് മേരിക്കുട്ടി, കണ്ട കുട്ടിയെ പോലെ തോന്നുള്ളൂ, ഇത്രയും വലിയ മക്കളുണ്ടെന്ന് തോന്നില്ല. മത്തായച്ചനും മേരിക്കും 3 ആമക്കളാണ്. 3ന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്താന്നറിയോ, ഒരു പെണ്ണുങ്ങളെയും അവർക്ക് ഇഷ്ടാവില്ല. മക്കൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവർ കെട്ടിച്ചും കൊടുക്കില്ലേ, അതാണ്. ആ ബെന്നി എവിടെയാ? ആ ചെറുക്കൻ പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ എന്താ. ബെന്നിയെ, നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയില്ലേ? എന്നെ പറ്റിച്ചൂല്ലേ? നീ പിന്നെ എന്തിനാണ് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തത്? ഇന്ന് ഇങ്ങോട്ട് വന്നടാ. എന്താ അവിടെ എടുക്കണേ? നീ ഇങ്ങോട്ട് വന്നേ. നീ എന്താടാ പ്രാർത്ഥനയ്ക്ക് കൂടാഞ്ഞേ? അത് അപ്പച്ച ഓഫീസിൽ ഒരു സ്റ്റാഫ് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഭയങ്കര തലവേദനയായി. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുള്ളൂ. നീ എനിക്ക് തലവേദന ആവാതിരുന്നതിലാ. നിന്റെ ഫോൺ വിളി ഞാൻ കാണാണ്ടാ. ചെല്ല് ചെല്ല്. എന്റെ പൊന്നല്ലേ അമ്മച്ചിയേ. ഡോർ മുകളിലേക്ക് തുറക്ക്. നീ പിടിച്ചു വലിച്ച് തുറക്ക്. ഇങ്ങട് വലിക്കടാ. എന്തുട്ര കാര്യം? നിങ്ങളെ പെമ്പറന്നോത്തിനാന്ന് ഇങ്ങോട്ട് വിളിച്ച ഒരു കാര്യം പറയാനുണ്ട്. എന്തുട്ടാ ജോസേ, എന്തുട്ടാ പറയാനുള്ളത്? നിങ്ങളോട് മാത്രല്ല, എനിക്ക് വേറെ ഒരാളോടും കൂടി പറയാനുണ്ട്. മാറി എന്തിനാ ജോസ് ഇങ്ങനെ കള്ളുപിടിച്ച് വന്നേക്കണ്? എന്താ പ്രശ്നം? എന്റെ പെങ്ങളെ, അവന്റെ വിഷമം എന്താ നിങ്ങൾക്കറിയില്ല, അവന്റെ വിഷമം എനിക്കറിയാം. മനസ്സിലായ? പെങ്ങള് ചോദിച്ചില്ലേ അവൻ എന്തിനാ കുടിച്ചിട്ട് വന്നേന്ന്? അപ്പച്ച, ഇന്ന് അന്നമ്മേച്ചിയുടെ ഓർമ്മ ദിവസ. മരിച്ചിട്ട് 5 വർഷമായി. അതായിരിക്കും. അളിയാ, എന്നില്ലേ? വേണ്ട പോളച്ച, അല്ലേ പോളച്ച നിർത്ത്. വേണ്ട, നഷ്ടപ്പെട്ടതിരിക്കുക. മാത്രം കൊണ്ടോട്ടെ. അപ്പൊ അതാണ് കാര്യം. നീ പ്രേമിച്ച് നടന്ന പെണ്ണ് ചത്ത ഓർമ്മ ദിവസാണല്ലേ? അതാണ് നീ കള്ളുടിച്ചു വന്നേ. എന്തുട്ര ജോസേ? ചേട്ടൻ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കെടുക്ക്. മനസ്സിനൊരു സമാധാനം കിട്ടും. ഇതുവരെ പ്രാർത്ഥിച്ചാനുള്ളതൊക്കെ എനിക്ക് തന്നു കർത്താവ് കൂലി. അന്ന് നിർത്തിയതാ പ്രാർത്ഥനയും പള്ളി കുർബാനി. അപ്പ അന്നമ്മേച്ചിയെ ജോസേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കാത്തോണ്ടല്ലേ അന്നമ്മേച്ചിയെ ആത്മഹത്യ ചെയ്തത്? അല്ലെങ്കിലും അപ്പൻ ഞങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചു തന്നിട്ടുണ്ടാ? എന്റെ കാര്യം കൂടി ഒന്ന് അങ്ങോട്ട് പോയേടാ അവിടുന്ന്. പേരെ കത്തുമ്പോളാ വാഴ വെട്ടാൻ വരുന്നു. എന്തുട്ര സേവ്യ നീ പറഞ്ഞേ? ഒന്നുമില്ല അപ്പ. അല്ല ജോസേ, ആ പെണ്ണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൻ നിനക്ക് വേറെ പെണ്ണൊന്നും നോക്കാതിരുന്നില്ലല്ലോ? നിനക്ക് ഇഷ്ടപ്പെടാണ്ടല്ലേ? അതെങ്ങനെയാണ് അമ്മച്ചി? നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പെണ്ണിനെ നമുക്ക് കെട്ടിച്ചേരത്തില്ല. മറ്റുള്ളവർ പ്രേമിച്ച് കൊണ്ടു നടന്ന പെണ്ണിനെ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് തരാൻ വീട്ടുകാർക്ക് യാതൊരു വിഷമവുമില്ല. അതാണ് എന്താ അത്? ഇഷ്ടപ്പെടാത്ത 2 പേര് തമ്മിൽ കല്യാണം കഴിച്ച അത് പിന്നെ തല്ലൂട്ടായി, വഴക്കായി, ഡൈവേഴ്സായി, കുടുംബത്തിലെ മനസമാധാനം അങ്ങോട്ട് പോയി കിട്ടും.
അവരെ ഇഷ്ടം എന്താ വെച്ചാൽ നടത്തി കൊടുക്കളിയാ. അല്ല ജോസെ, നിനക്ക് അപ്പനായിട്ട് ക്ഷമിച്ചൂടെ? അല്ല മക്കളെ, അതാണ് ചെല്ലു മക്കളെ. എന്നോട് ക്ഷമിക്കണ മക്കളെ. എൻ്റെ അപ്പച്ചിയോ. കൈവിടാനാഥനായി ഇടറാപാതയായി താങ്ങും നിന്റെ പൊൻകരം എന്നീശ്വരേ, നിഴലായി നിന്റെ തിരുകരം. കൂരിരുൾ താഴ്വരയിൽ താണുപോയാലും ദുഃഖത്തിൻ താഴ്വരയിൽ വീണുപോയാലും നിറയെ സ്നേഹമായി തെളിയും ദീപമായി നിഴലായി നിന്റെ തിരുകരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ദുഃഖത്തിൻ താഴ്വരയിൽ താണുപോയാലും നിറയെ സ്നേഹമായി തെളിയും